സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേഞ്ചസ് അറൗണ്ട് us ഫിസിക്കൽ ആൻഡ് കെമിക്കൽ എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഫിസിക്കൽ ചേഞ്ചസ് ആയിരുന്നു അല്ലെ. എന്തായിരുന്നു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ അപ്പിയറൻസ് അല്ലെ. അപ്പിയറൻസിൽ മാത്രം ചേഞ്ച് വരുന്നതിനെയാണ് പുതിയതായിട്ടുള്ള ഒരു സബ്സ്റ്റൻസസും ഫോം ചെയ്യുന്നില്ല. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഷേപ്പ്, സൈസ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസസ് ചേഞ്ചസ് ആർ കോൾഡ് ഫിസിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്തായിരിക്കും? കെമിക്കൽ ചേഞ്ച് ആയിരിക്കും അല്ലേ. അപ്പൊ കെമിക്കൽ ചേഞ്ച് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആക്ടിവിറ്റി ചെയ്യണം. അപ്പം വളരെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ട ആക്ടിവിറ്റീസ് ആണ്. 2 ആക്ടിവിറ്റീസ് ഉണ്ട്. കുറച്ച് കെമിസ്ട്രി പറയുന്ന ഒരു ആക്ടിവിറ്റി ആണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക കേട്ടോ. ഇനി അതിന്റെ ഹെഡിങ് ഒന്ന് നോക്കിക്കേ. എ സബ്സ്റ്റൻസസ് മേ ചേഞ്ച് ഇൻ അപ്പിയറൻസ്. ഒരു സബ്സ്റ്റൻസസിന്റെ അപ്പിയറൻസിൽ ചേഞ്ച് വരും ആൻഡ് നോട്ട് റിമൈൻ ദ സെയിം. എന്നാൽ ആ സബ്സ്റ്റൻസസ് നമ്മൾ എടുത്തതുപോലെ ആയിരിക്കുമോ? അല്ല. നോട്ട് റിമൈൻ ദ സെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ചേഞ്ച് സംഭവിക്കും എന്നാണ്. അതായത് പുതിയതായിട്ട് എന്തോ അവിടെ ഫോം ചെയ്യും എന്നാണ് അർത്ഥം. നമ്മൾ നേരത്തെ ഫിസിക്കൽ ചേഞ്ച് പഠിച്ചപ്പോൾ അതിന്റെ ഹെഡിങ് എ സബ്സ്റ്റൻസസ് മേ ചേഞ്ച് ഇൻ അപ്പിയറൻസ് ആൻഡ് റിമൈൻ ദ സെയിം എന്നായിരുന്നു. റിമൈൻ ദ സെയിം എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസസിന് മാറ്റമൊന്നുമില്ല. അതായത് പുതിയതായിട്ടുള്ള സബ്സ്റ്റൻസസ് ഒന്നും തന്നെ ഫോം ചെയ്യില്ല എന്നാണ് അർത്ഥം വരുന്നത്. എന്നാൽ ഇവിടെ നോട്ട് റിമൈൻ ദ സെയിം എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ പുതിയ സബ്സ്റ്റൻസസ് ഫോം ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതുകൊണ്ട് അത് മനസ്സിലിരുന്ന് വേണം നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോകാൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഇമേജ് നോക്കുക കേട്ടോ. ഈ ഇമേജിൽ 2 ഗ്ലാസ് ടെംബ്ലർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പാരന്റ് ബോട്ടിൽ ആയാലും മതി. അതിലൊന്ന് എ എന്നും ഒന്ന് ബി എന്നും കൊടുത്തിട്ടുണ്ട്. ഈ എയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ടാപ്പ് വാട്ടർ ആണ്, സാധാരണ നമ്മുടെ വെള്ളമാണ്. എന്നാൽ ബിയിൽ എടുത്തിരിക്കുന്നത് ലൈം വാട്ടർ ആണ്. ലൈം വാട്ടർ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതാ നോക്കുക. 2 സ്ട്രോ എടുത്തിട്ട് 2ലേക്ക് നമ്മൾ ഊതാണ്. അതായത് എക്സൈൽ ചെയ്യാണ്. നമ്മൾ അങ്ങോട്ട് എക്സൈൽ ചെയ്യാണ് അല്ലെ. ബ്ലോ എയർ ആണ്. എന്നിട്ട് അവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഒരു ഗ്ലാസ് ഓഫ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ സ്ട്രോ വെച്ച് ഊതി കഴിഞ്ഞാൽ അവിടെ ബബിൾ ഫോം ചെയ്യും എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? ബബിൾസ് ആണ് ഫോം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നോക്കിയപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ വെള്ളമല്ല, ലൈം വാട്ടർ ആണ്. ലൈം വാട്ടറിലേക്ക് ഇങ്ങനെ നമ്മൾ ഊതിയപ്പോൾ, ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ബ്ലോ ചെയ്തപ്പോൾ, എയർ ബ്ലോയും ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ഉണ്ടായെന്ന് അറിയാമോ? ഈ വെള്ളത്തിന്റെ കളർ അങ്ങോട്ട് മാറി കുറച്ച് മിൽക്കി കളറായി. എന്താണ്? ലൈം വാട്ടർ ഒരു മിൽക്കി അല്ലെങ്കിൽ ഒരു ക്ലൗഡി കളറിലേക്ക് മാറി. എന്തായിരിക്കും കാരണം? ഇനി അത് മാത്രമല്ല, ഈ ഗ്ലാസ് ഒന്ന് കുറച്ചു നേരം അനക്കാതെ വെച്ചിരുന്നാൽ നമുക്ക് ആ ഒരു ഗ്ലാസിന്റെ അടിയിലായിട്ട് വൈറ്റ് കളറിലുള്ള ഒരു പൗഡർ അടിയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണ് കാരണം എന്നറിയാമോ നിങ്ങൾക്ക്? നമ്മൾ എയർ ബ്ലോ ചെയ്ത് അല്ലെ, നമ്മൾ എയർ എക്സൈൽ ചെയ്തപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ശ്വാസം ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? നമ്മൾ ഓക്സിജനെ ഇൻഹെയിൽ ചെയ്തിട്ട് നമുക്കറിയാം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനാണ് എക്സൈൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എക്സൈൽ ചെയ്യുമ്പോൾ എപ്പോഴും പുറത്തോട്ട് വരുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ, മറക്കരുത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ പണി ഒപ്പിച്ചിരിക്കുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ലൈം വാട്ടറുമായിട്ട് ഒരു റിയാക്ഷൻ നടന്നു. മനസ്സിലായോ? ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു. അങ്ങനെയാണ് ആ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടാണ് അവിടെ ആ കളർ എന്തായിട്ട് മാറിയത്? മിൽക്കി വൈറ്റ് ആയിട്ട് മാറിയതും ഒരു പുതിയ സബ്സ്റ്റൻസസ് ഫോം ചെയ്ത് ആ താഴെ ഇങ്ങനെ അടിഞ്ഞു കിടന്നതും. മനസ്സിലായോ? അപ്പൊ പുതിയതായിട്ട് അവിടെ എന്ത് സംഭവിച്ചു? ഒരു സബ്സ്റ്റൻസസ് ഫോം ചെയ്തു. എന്നാൽ ആദ്യത്തെ ഈ ഒരു ഇമേജിനകത്തോ അവിടെ എന്തെങ്കിലും വന്നോ? ഇല്ല. ജസ്റ്റ് ബബിള് മാത്രമേ വന്നുള്ളൂ. അവിടെ ഒരു ചേഞ്ചും തന്നെ നടന്നില്ല അല്ലെ. അപ്പൊ അവിടെ എന്താണ്? ജസ്റ്റ് ബബിൾ ഫോം ചെയ്തു. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നമുക്ക് ബബിൾസും ഫോം ചെയ്തു, അതുപോലെ തന്നെ വൈറ്റ് ഒരു സബ്സ്റ്റൻസസ് അടിയിൽ നമുക്ക് കിട്ടിയല്ലേ. അതായത് ന്യൂ സബ്സ്റ്റൻസസും ഫോം ചെയ്തു. അപ്പൊ ഇതിനർത്ഥം എന്താണ്? ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. മനസ്സിലായോ? 1 or more ന്യൂ സബ്സ്റ്റൻസസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് എന്തായിരിക്കും? കെമിക്കൽ ചേഞ്ച് ആയിരിക്കും. ഈ റിയാക്ഷൻ എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. എന്ത് കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ നടന്നത്? നമ്മൾ എടുത്തത് ലൈം വാട്ടർ ആണ്. നമ്മൾ കൊടുത്തത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതാണല്ലോ ലൈം വാട്ടർ, തമ്മിൽ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സബ്സ്റ്റൻസസ് ആണ് കാൽസ്യം കാർബണേറ്റ്. കണ്ടോ?
വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കേ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ലൈം വാട്ടറും നമ്മൾ കൊടുത്ത കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്തു. എന്ത് റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഇവർ തമ്മിൽ ചേർന്നിട്ട് കാൽസ്യം കാർബണേറ്റും കുറച്ച് വാട്ടറും ഫോം ചെയ്തു. ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിഞ്ഞു പോകില്ല. ഓക്കെ, ഇൻസോലുബിൾ ആണ്. അപ്പൊ ഇൻസോലുബിൾ ആയതുകൊണ്ടാണ് ആ വൈറ്റ് പൗഡർ നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഇപ്പൊ റിയാക്ഷൻ മനസ്സിലായോ? ഇനി എന്തുകൊണ്ടായിരിക്കും ലൈം വാട്ടർ മിൽക്കി ആയത്? പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തത് കൊണ്ടാണല്ലോ ലൈം വാട്ടർ മിൽക്കി ആയത്, അല്ലേ? അപ്പോ പ്രസൻസ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് അറിയാനുള്ള ടെസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലൈം വാട്ടർ എക്സ്പെരിമെന്റ് എടുക്കാം, അല്ലേ? അപ്പോൾ ദ ടേണിംഗ് ഓഫ് ലൈം വാട്ടർ മിൽക്കി ഈസ് യൂസ്ഡ് ആസ് എ ടെസ്റ്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടെസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ എടുക്കാം, അല്ലേ? നിങ്ങൾക്ക് അടുത്തൊരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാകും. നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടത് നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മതി കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു വർക്കിംഗ് സെറ്റപ്പ്. ഇതുപോലെയുള്ള ഒരു 2 ടെസ്റ്റ് ട്യൂബ് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ കുപ്പി എടുത്താലും മതി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് വിനെഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് എടുക്കുക, നമ്മുടെ നാരങ്ങ നീര് എടുക്കാം. ഓക്കെ, എന്നിട്ട് ആ വിനെഗറിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ എല്ലാവർക്കും അറിയാം, അല്ലേ? ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനെഗർ എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് കേട്ടോ. സോഡിയം ബൈ കാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നിങ്ങൾ ഇതുവരെയെങ്കിലും ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഒന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ. ഭയങ്കര ഇങ്ങനെ ഒരു ഫിസ്സിങ് ബബ്ലിംഗ് സൗണ്ടും ഉണ്ടാകും, നിറയെ ഇങ്ങനെ ബബിൾസ് ഫോം ചെയ്യും. അങ്ങനെയാണ് എപ്പോഴും ഈ ഒരു വിനെഗറിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ. മനസ്സിലായോ? ഈ ബബിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് ബബിൾസ് ആണ്, അല്ലെ? എന്തോ ഒരു ഗ്യാസ് ആണ് അവിടെ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഗ്യാസിന് നമുക്ക് ആവശ്യമുണ്ട്. ആ ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഒരു ഗ്ലാസ് ട്യൂബ് വഴി നമുക്ക് അപ്പുറത്തേക്ക് ആക്കണം. പക്ഷേ അതിനു മുന്നേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്താണ് വേണ്ടത്? ഫ്രഷ്ലി ആയിട്ട് നമ്മൾ അപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത ലൈം വാട്ടർ വേണം. എന്ത് ലൈം വാട്ടർ? എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അല്ലേ? അതായത് നമ്മുടെ ചുണ്ണാമ്പ് കല്ല് വെള്ളത്തിൽ ലയിപ്പിച്ചതാണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉള്ളത് എന്താണ്? നമ്മൾ അപ്പം തന്നെ ഫ്രഷ്ലി ആയിട്ട് പ്രിപ്പയർ ചെയ്ത ലൈം വാട്ടർ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇവിടെ വന്ന ആ ഒരു ബബിൾസ്. ഇവിടെ എന്തായിരുന്നു? വിനെഗറും ബേക്കിംഗ് സോഡയും. ഇവിടെ നമുക്ക് കിട്ടിയ ആ ബബിൾസ് ഉണ്ടല്ലോ, ആ ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസിന് നമ്മൾ ഇതുവഴി ഇങ്ങോട്ടേക്ക് വിടുകയാണ്. ഇങ്ങനെ കുപ്പിയിലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്? ഈ ഗ്യാസ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറും. ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറണമെങ്കിൽ അവിടെ ഏത് ഗ്യാസ് ആയിരിക്കും വന്നിട്ടുള്ളത്? അതെ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഏത് ഗ്യാസ് ആണ് പുറത്തു വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടെസ്റ്റ് ആയിട്ട് ലൈം വാട്ടർ മിൽക്ക് യൂസ് ചെയ്യാമെന്ന്? ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഇവിടെ നടന്നത്. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. എന്താണ് ഇവിടെ? 2 വസ്തുക്കൾ, അതായത് വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു, അല്ലേ? അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടി? പുതിയൊരു സബ്സ്റ്റൻസസ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ പുതിയൊരു സബ്സ്റ്റൻസസും അതിന്റെ കൂടെ കുറച്ച് അതർ സബ്സ്റ്റൻസസും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇതൊരു കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇവിടെ എന്ത് ചേഞ്ച് ആണ് നടന്നത്? പുതിയ പ്രോഡക്റ്റുകൾ വന്നു, അല്ലേ? പുതിയ, അതായത് നമ്മൾ എടുത്ത വസ്തുക്കളല്ല, നമുക്ക് ന്യൂ സബ്സ്റ്റൻസസ് കിട്ടി. അതായത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും അതർ സബ്സ്റ്റൻസസും കിട്ടി. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ കെമിക്കൽ ചേഞ്ചിന്റെ 2 എക്സാമ്പിൾസ് ആണ് പഠിച്ചത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കാം. ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ എന്താണ്? വിനെഗറിന് പകരം നമ്മൾ എന്തെടുക്കാൻ പോവാണ്? സാധാരണ വെള്ളത്തിനകത്തോട്ട് ഇതുപോലെ ബേക്കിംഗ് സോഡ കലക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എന്തെങ്കിലും സംഭവിക്കുമോ? ന്യൂ സബ്സ്റ്റൻസസ് ഫോം ചെയ്യോ? ഇല്ല. ബേക്കിംഗ് സോഡയുടെ വെള്ളം മാത്രം നമുക്ക് കിട്ടിയതേ ഉള്ളൂ, അല്ലേ? അവിടെ നമുക്ക് ഇതുപോലെ ബബിൾസ് ഫോം ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അവിടെ ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് നടന്നത്, അല്ലെ? ഇവിടെ എന്താണ് നടന്നത്? കെമിക്കൽ ചേഞ്ച് ആണ് നടന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഫിസിക്കൽ ചേഞ്ചും എന്താണ് കെമിക്കൽ ചേഞ്ചും എന്ന്? അപ്പൊ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പിയറൻസിൽ, ആ ഒരു സബ്സ്റ്റൻസസിന്റെ അപ്പിയറൻസിലുള്ള ചേഞ്ച് ആയിരിക്കും. പുതിയൊരു സബ്സ്റ്റൻസസും തന്നെ എന്താണ്? ഫോം ചെയ്യില്ല.
അതുപോലെ തന്നെ അത് മിക്കവാറും റിവേഴ്സിബിൾ ആയിരിക്കും, നമ്മുടെ ഐസ് മെൽറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ, പേപ്പർ കട്ട് ചെയ്യുന്നത് പോലെയൊക്കെ. ഓക്കെ അല്ലേ? ഇനി കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയൊരു സബ്സ്റ്റൻസസ് അവിടെ ഫോം ചെയ്യുന്നു അല്ലെ? അതുപോലെ തന്നെ ആ സബ്സ്റ്റൻസസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടിക്കും ചേഞ്ച് വരുന്നു. ഇത് ഇറിവേഴ്സിബിൾ ആയിരിക്കും. നമ്മുടെ ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ ബേക്കിംഗ് സോഡയും വിനെഗറും യൂസ് ചെയ്തപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയതുപോലെ പുതിയൊരു ന്യൂ സബ്സ്റ്റൻസസ് ഫോം ചെയ്തില്ലേ, അത് ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ഇതൊക്കെയാണ് നമുക്ക് കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം എടുക്കാം കേട്ടോ. താങ്ക്